നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ ആരോപണത്തിൽ വഴിത്തിരിവ്. പണമെടുത്തെന്ന് ജീവനക്കാരികൾ സമ്മതിക്കുന്ന ഓഡിയോ സംഭാഷണം പുറത്ത്. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. മണിക്കൂറുകൾ പൂട്ടിയിട്ടെന്നും മൊബൈൽ ഫോൺ തട്ടിയെടുത്തെന്നും ജീവനക്കാരികൾ. രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ, ഞങ്ങളെ രണ്ടുപേരും സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. നമ്മൾ അറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്. ഗൂഢാലോചനയെന്നും സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തിയതിന്റെ പകരം വീട്ടലെന്നും കൃഷ്ണകുമാറും ദിയയും. കൗണ്ടർ കേസ് വിത്തൌട്ട് തെളിവ് എങ്ങനെ ന്യൂസിൽ പബ്ലിഷായി ഫസ്റ്റ് എന്നുള്ളത് നമുക്ക് ആർക്കും ഇപ്പോഴും അറിയില്ല. ഞാൻ അതിൽ ഞെട്ടിയിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകലിന് കൃഷ്ണകുമാറിനെതിരെ എഫ്ഐആർ. സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം വെട്ടിച്ചതിൽ ജീവനക്കാർക്കെതിരെയും കേസ്. മന്ത്രി പി പ്രസാദിന്റെ വീടിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് വിളക്കുകൊളുത്തി ബിജെപി. എല്ലാവരും നേതാക്കളുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തിയാൽ എന്താകും സ്ഥിതിയെന്ന് ഓർത്താൽ നല്ലതെന്ന് മന്ത്രി പി പ്രസാദ്. സിപിഎമ്മിനും സിപിഐക്കും ഒരേ നിലപാടെന്ന് എം വി ഗോവിന്ദൻ. ഒക്ടോബറിൽ മെക്സി വരുമെന്ന് മന്ത്രി. പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചെന്ന് പ്രതിപക്ഷം. പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്തെ വാഗ്ദാനം എന്തായെന്ന് ലീഗ്. കിറ്റെക്സ് ഗ്രൂപ്പ് ആന്ധ്രയിലേക്ക്. കേരളത്തിലെ ബിസിനസ് സാഹചര്യം മോശമായതായി സാബു എം ജേക്കബ്. സാഹചര്യങ്ങൾ ഇപ്പൊ കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കേരളത്തിന്റെ സാഹചര്യം അന്നത്തേനേക്കാൾ കുറച്ചുകൂടി മോശമായെന്നുള്ളതല്ലാതെ അതിനേക്കാൾ നന്നായതായിട്ട് പറയാൻ പറ്റില്ല. വ്യവസായത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകുമെന്ന് ആന്ധ്രാമന്ത്രി എസ് സവിത. ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസിന്റെ നരേന്ദ്ര സറണ്ടർ പരാമർശം യോജിക്കാനാവാത്തതെന്ന് ന്യൂസ് 18 സർവേയിൽ ഭൂരിപക്ഷാഭിപ്രായം. ദേശ താൽപര്യത്തിനെതിരാണ് കോൺഗ്രസ് നിലപാടെന്നും സർവേ ഫലം. സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കണമെന്ന പാകിസ്ഥാന്റെ അപേക്ഷ തള്ളി ഇന്ത്യ.